കഴിഞ്ഞ ആഴ്ച ശ്രീ സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ്. ഇതിനാൽ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. BJP ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു കാലത്ത് ഇന്ത്യ മുന്നണി ഉണ്ടായാലേ പറ്റൂ. അത് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ് മുന്നണിയുടെ സപ്പോർട്ട് സ്വീകരിക്കാൻ തയ്യാറായത് എന്നാണ് അദ്ദേഹം തന്ന സൂചന. ശ്രീ സുധാകരൻ്റെ രാഷ്ട്രീയ ബോധത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അല്ലെങ്കിലും കേരളം വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയന്റെ ഭാഷയുടെ ശുദ്ധിയെക്കുറിച്ചാണ്. കേരള പിറവിക്ക് ശേഷം 12ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ പിണറായി വിജയൻ. കേരള ചരിത്രത്തിൽ ഇത്രയും മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയും ഉണ്ടായിട്ടില്ല. ധാർഷ്ട്യത്തിനും ഒരു കുറവുമില്ല. ജനാധിപത്യത്തിൽ ഈ സ്ഥാനങ്ങൾ ജനങ്ങളുടെ ദാനമാണ്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവൻ അവിടെ കയറിയിരുന്നാൽ ഇത് തന്നെ സംഭവിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ 35 പ്രാവശ്യമാണ് അദ്ദേഹം വിദേശയാത്ര നടത്തിയത്. അതിൽ 25 തവണയും കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത്. പക്ഷേ ഒരു 5 പൈസയെങ്കിലും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മണിയാശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീ പിണറായിയുടെ നാടൻ ഭാഷാ പ്രയോഗങ്ങൾ കേരള മനസ്സിന് ദഹിക്കാത്തതായിരുന്നു. ചെറ്റത്തരം, പരനാറി, കുലംകുത്തി, കടക്കുപുറത്ത്, വീട്ടിൽ പോയി ചോദിക്ക്, അങ്ങനെ പോകുന്നു ആ പദപ്രയോഗങ്ങൾ. ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്രയും ആക്ഷേപകരമായ പദങ്ങൾ പൊതുസ്ഥലത്ത് പ്രയോഗിച്ചതായി കേട്ടിട്ടുണ്ടോ? 42 കാറിന്റെ അകമ്പടിയുമായി അയാൾ കടന്നു പോകുമ്പോൾ റോഡ് അരികിൽ നിൽക്കുന്നവരെ നിഷ്കരണം ചെടിച്ചട്ടിയും ലാത്തിയും കൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആക്രമണത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ജനത്തെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ആളും ആരവുമില്ലാതെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് കണ്ടു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രോട്ടം സ്പീക്കറുടെ ചേംബറിൽ പോയി സുധാകരന് കൈ കൊടുക്കുന്നതും കണ്ടു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. പിണറായിക്ക് മാറ്റം ഉണ്ടായി എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അത് മൂഢത്തരം മാത്രം. ഈ ദയനീയ തോൽവിക്ക് കാരണം താനാണെന്നും അതിൻ്റെ അസ്വാരസ്യങ്ങൾ പാർട്ടിയിൽ ഉണ്ടെന്നും മനസ്സിലാക്കി അതിനെ തണുപ്പിക്കാൻ നടത്തുന്ന ഒരു നാടകമായി കണ്ടാൽ മതി ഇതിനെ. തെറ്റ് പറ്റിയത് നമുക്കാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് അടുത്ത ചെറ്റത്തരമായിരുന്നു. പക്ഷേ അയാൾ അതിന് വഴങ്ങിയില്ല. പാർലമെന്ററി വ്യാമോഹം പിണറായിക്കുമുണ്ട്, സുധാകരനുമുണ്ട്. അതിനനുസരണം ആയി നിലപാടുകൾ എടുത്തില്ലെങ്കിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാവും. അത് രണ്ടുപേർക്കും നല്ല ബോധ്യമുള്ള കാര്യവുമാണ്. കാറൽ മാർക്സിന്റെ മൂലധനത്തിന്റെ സത്തയെക്കുറിച്ച് പിണറായി വിജയന് വലിയ ധാരണയൊന്നുമില്ലെങ്കിലും ഭരണം വിട്ട് പുറത്തു പോകേണ്ടി വന്ന ലെനിന്റെയും സ്റ്റാലിന്റെയും ജീവിതത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായിയുടെ കളികൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും.